ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തമിഴിൽ കണ്ട മാതിരി തന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കുണ്ടായ അനുഭവം ആണ് കേട്ടോ. അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഒരനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു വീട്ടിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവം, അതായത് മനുഷ്യന്മാരുടെ ഇടയിൽ നിന്നൊന്നുമല്ല, പൈശാചികമായിട്ടുണ്ടായ ഒരനുഭവം. ഈ വീട്ടിൽ നിന്ന് കുറച്ച് മനുഷ്യന്മാരും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാനസികമായിട്ട്. അതുമെല്ലാം ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, വേറൊരു വീട്ടിൽ നിന്നും ഇതേപോലത്തെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ പറയും, അല്ലെങ്കിൽ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഒരു വീട്ടിൽ താമസിച്ച് അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട്, വാടകയ്ക്ക് താമസിച്ച ആ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായപ്പം ഞങ്ങൾ രണ്ടാമത് താമസിച്ചതാണ് ഇക്കാൻ്റെ പരിചയത്തിലുള്ള ഒരാൾ, ഏറ്റവും അടുത്തൊരു പരിചയക്കാരൻ്റെ വീട്ടിലേക്ക്. അപ്പം ആളെ പേരും ഡീറ്റെയിൽസും ഒന്നും ഞാൻ പറയണില്ല, സ്ഥലം എവിടെയാണെന്നും പറയുന്നില്ല, കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോവാം. അങ്ങനെ ഞങ്ങൾ താമസം മാറി. അത്യാവശ്യം നല്ല വീട്, 3 ബെഡ്റൂം, ഒരു ബെഡ്റൂമിൻ്റെ ഉള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഹോളിലൊരു ബാത്റൂം, പിന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ മാത്രമുണ്ട്, വേറെ ഇല്ല. ചെറിയ ഒരു അടുക്കളയും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പോയി കണ്ടപ്പം വീടൊക്കെ ഇഷ്ടമായി. നമ്മൾ വീട്ടിലേക്ക് ഒന്നും നോക്കാതെ നമ്മൾ വീട്ടിലേക്ക് താമസം മാറി. അപ്പോൾ താമസം മാറി 5000 രൂപയാണ് കേട്ടോ അവിടുത്തെ വാടക ഉണ്ടായിരുന്നത്. 5000 രൂപയാണ്. നമ്മളവിടെ താമസം മാറി. അവിടുന്ന് ഞങ്ങളൊരു ദിവസം വൈകുന്നേരമാണ് അവിടേക്ക് താമസം മാറിയത്. രാത്രി കിടന്നൊക്കെ ഉറങ്ങി പിറ്റേന്ന് രാവിലെ എണീറ്റപ്പം ഇക്ക വർക്കിന് പോയി. ആദ്യക്കാട് താമസിച്ച ഉടനെയൊക്കെ അവർക്ക് വർക്ക് ഉണ്ടായിരുന്നു. വർക്കിനൊക്കെ പോലെ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ, അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ, വീട്ടിൻ്റെ ഉള്ളിൽ ഹോളിൽ ഇങ്ങനെ കല്ലെടുത്തെറിയുന്ന പോലെ വെച്ച ചെറിയ ചെറിയ കല്ലുകളുണ്ടാവില്ല, ആ കല്ലുകൾ ഇങ്ങനെ എടുത്തെറിയുന്നൊരു സൗണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു, ഇതെന്താ ഇതിപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട്, എവിടെ നിന്നപ്പോൾ ഈ സൗണ്ട് എന്ന്. ഹോളിൽ പോയി നോക്കുമ്പോൾ ആ സൗണ്ട് ഉണ്ടാവില്ല. പിന്നെയും ഞാൻ അടുക്കളയിൽ ചെല്ലുമ്പോൾ പിന്നെ ഇതേ കണക്കിന് ടെറസിൻ്റെ ആ സ്റ്റെയർ കേസില്ലേ, സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് എറിയുന്നൊരു ഫീൽ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഇതേ കണക്കിന് ഞാൻ ഇക്കാനോട് പറഞ്ഞപ്പോൾ, ഇക്ക ജോലി കഴിഞ്ഞ് വന്ന് ഇക്കാനോട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇക്ക അങ്ങനെ സ്റ്റെയർ കേസ് അകത്ത് ആരൊക്കെയോ കല്ലെറിയുന്നൊരു സൗണ്ട്, അതെന്താണല്ലോ അങ്ങനെയെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞേ, എനക്ക് തോന്നുന്ന അയക്കാരം, ഓരോന്ന് തന്നെ ചിന്തിച്ചിട്ട് എനക്ക് തോന്നുന്ന അയക്കാരം എന്നാണ്. ഞാൻ പറഞ്ഞേ, ഓക്കെ, എന്നാൽ പിന്നെ എനിക്ക് ചിന്തിച്ച് തോന്നുന്നതായിരിക്കാരം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പോഴൊക്കെ ഓരോ നിഴലിങ്ങനെ കൈ വലിക്കുന്ന പോലെ, ആളിങ്ങനെ വലിയുന്ന പോലെ ഒക്കെ നിഴലിങ്ങനെ പോകുന്ന പോലെ എനിക്ക് തോന്നും. എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ. ഒരു ദിവസം ഇല്ലാത്തൊരു ദിവസം, അന്ന് എൻ്റെ ആദ്യം മോനുണ്ടായിട്ട്, അതായത് ആദ്യത്തെ മോനുണ്ടായി. ഫസ്റ്റ് മോനാണ്, ബാക്കി 2 പെൺകുട്ടികൾ. അപ്പം മോന് പ്രസവിച്ച് കഴിഞ്ഞ് 90 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടേക്ക് താമസം മാറുന്നത്. അപ്പോൾ മോന് ഒരു 90 കഴിഞ്ഞ് ഏകദേശം ഇരിക്കാനൊക്കെ പാകമായപ്പോൾ ഒരു 4-5 മാസം, ഒരു 6 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്ക് മോന് ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ. പിന്നെ അപ്പം അതിന് മുന്നേ നമ്മൾ ആദ്യം താമസിച്ച വീട്ടിലത്തെ അവരെ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്ന്. അപ്പോൾ വൈഫിനെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ വൈഫിനെ ഇവിടെ നിർത്തി പോകാൻ വിശ്വസ്തരായ ആരുമില്ല. അപ്പം നമ്മളെ അടുത്ത് ആദ്യം ഫസ്റ്റ് താമസിച്ച ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ള ക്വാർട്ടേഴ്സിലാണ് ഈ ഹസ്ബൻഡും വൈഫും താമസിച്ചിരുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് പെട്ടെന്ന് പോയി വരേണ്ട ആവശ്യമായതുകൊണ്ട് വൈഫിനെയും കൂട്ടി പോകാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങളടുത്ത് നിർത്താമെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ നിർത്തി. അപ്പോൾ ഇക്കറിഞ്ഞു, നിങ്ങൾ രണ്ടാളും റൂമിൽ നീ കിടക്കുന്ന റൂമിൽ കിടന്നോ, ഞാൻ ഇപ്പുറത്തെ റൂമിൽ കിടന്നോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇക്കാനോട് ഓക്കെ എന്നാൽ ശരിയായിരുന്നു. അപ്പോൾ എനിക്ക് ചിലപ്പോൾ എനിക്കൊരു സ്വഭാവം ഉണ്ടെന്നറിയോ, വാതിലൊക്കെ അടയ്ക്കുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണ് ഞാൻ വാതിലൊക്കെ അടയ്ക്കാറ്, എല്ലാ വാതിലും. അപ്പം
അന്ന് ഞാൻ അറിയാതെ ബാത്റൂമിൻ്റെ വാതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അടച്ചൊരു 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ഭീകരമായിട്ടുള്ള ശബ്ദം ണ്ട്. ഞാനും ആ ചേച്ചിയും നമ്മൾ കിടക്കാനായിട്ടുണ്ട്. ഏകദേശം ഒരു 10 മണി 10:30 ആ സമയമായിട്ടുണ്ട്. നമ്മൾ കിടക്കാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ കിടക്കാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ടൈം ഞാൻ ബാത്റൂമിൽ പോയി വന്നിട്ട് വാതിൽ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ചൊല്ലി ഇട്ട് അടച്ചപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനും ഇവർ ഹിന്ദുക്കളാണ്, വന്ന ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയും ഞാനും കണ്ണോട് കണ്ണിങ്ങനെ നോക്കുക പരസ്പരം. ഇതെന്താ ഇപ്പോൾ വല്ലാത്തൊരു സൗണ്ട്, വാതിലെണ്ണ ഠേ ഠേ എന്ന് പറഞ്ഞ് 2-3 അടി അടിക്കുന്നുണ്ട് ഉള്ളിൽ നിന്ന്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല, ആകെ പേടിച്ച്. അങ്ങനെ ഞാൻ ഇക്കാനെ വിളിക്കാൻ പോയപ്പോഴേക്ക് അത് ബാത്റൂം തുറന്നു നോക്കിയപ്പോഴേക്ക് പിന്നെ സൗണ്ട് കുറഞ്ഞ് ഞാൻ ഇക്കാനെ വിളിക്കി. ഇക്ക വാന്ന് പറഞ്ഞിട്ട് ഇക്കാനെ വിളിച്ച് ഞാൻ റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്തിരുന്നു. അപ്പോൾ ലോക്കൊക്കെ തുറന്ന് ഇക്കാനെ വിളിച്ച് വരുമ്പോഴേക്ക് ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇക്കറിന് എന്ത് സൗണ്ട് കേട്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു സൗണ്ട് എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചിയും പറഞ്ഞു അതന്നെ പേടിച്ചു പോയി ഞങ്ങൾ എന്ന് പറഞ്ഞു. അതിലിക്ക പറഞ്ഞേ അത് ആ പൈപ്പിൻ്റെ ഉള്ളിൽ എയർ കയറിയിട്ട് എയർ പുറത്തേക്ക് തള്ളിയതായിരിക്കും. ഞാൻ പറഞ്ഞു എയർ പുറത്തേക്ക് തള്ളി കഴിഞ്ഞാൽ വാതിലും ഒച്ചപ്പെടുമോ? എന്തൊരു എയറാണിത്, ഇതെന്താ മറ്റേ ചുഴലിക്കാറ്റുണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച്. എനിക്ക് അത്രക്കൊന്നും ഓടിയില്ല, പിന്നെ ഒരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ചുഴലിക്കാറ്റാണോ അതിൻ്റെ ഉള്ളിൽ വെച്ച്? ഇജൊന്ന് പൊയ്ക്കാ ചേർന്ന് അത് എനിക്ക് തോന്നിയതായിക്കാരെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു അല്ല ഇക്ക എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ ഇങ്ങനെ നീങ്ങുന്ന പോലെയും പോകുന്ന പോലെയൊക്കെ തോന്നുകയാണ്, എന്താണ് ആവോലേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതൊക്കെ എനിക്ക് തോന്നുന്നതാണ്, പിന്നെ എനിക്ക് തോന്നണില്ലല്ലോ അങ്ങനെ നീങ്ങുന്ന പോലെയും പോണ പോലെയൊന്നും എനിക്ക് തോന്നണില്ലല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താണ് നിങ്ങൾക്ക് തോന്നാത്ത, എനിക്ക് മാത്രം തോന്നണത്. പിന്നെ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇതേപോലെ കേട്ടു കല്ലെറിയുന്ന സൗണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുക ഓടി ചെന്നിട്ട് ഇത് ഓടുന്ന അപ്പത്തടി കല്ലെറിയണേ. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. ഇപ്പം നിങ്ങൾ കേട്ടില്ലേ അതേമാതിരി എന്നും ഇവിടെ കല്ലെറിച്ചില്ലാന്ന് പറഞ്ഞ് എന്നും ഇവിടെ കല്ലെറിച്ചിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇക്കയും പറഞ്ഞത് എന്തായിരിക്കില്ല എങ്ങനെ ഒച്ചേക്കണത്, കല്ലൊന്നും കാണൂല്ല, ഇത് എവിടുന്ന അപ്പോൾ അത്. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നണം മുകളിൽ നിന്ന് ആ സൈഡിൽ നിന്നായിരിക്കും എന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പേടിയുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് എന്തിനാ പേടിക്കണത്? അല്ല പറഞ്ഞിരിക്കണ മനുഷ്യന്മാരെക്കാട്ടിയും വലുതൊന്നല്ല ചെയ്ത്താന്മാർ പറഞ്ഞിരിക്കും, പിന്നെ അപ്പോൾ പേടിക്കാൻ. എന്നെപ്പോലെ വേറെ അല്ല, ഞാനൊരു പൊട്ടത്തി ആയതുകൊണ്ട് എനിക്കതൊന്നും വിഷയമല്ല. വല്ല ബ്രില്യൻ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പേടിച്ച് തുന്നാൻ പറയുന്നുണ്ടാവും. ഞാനെന്ത് കേട്ടാലും എനിക്ക് പണ്ടേ ഈ ഹൊറർ ഫിലിമൊക്കെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഹൊറർ കണ്ടാൽ ഞാൻ വിടൂല, ഞാൻ അട്ടപ്പാരാക്കാണെങ്കിലും കിടന്ന് കാണും. എന്നിട്ടോ പേടിച്ച് ഭയങ്കര പേടിവൈകാരം. എന്നിട്ട് പുറത്തിറങ്ങൂല, പിന്നെ 2 ദിവസത്തേക്ക് പുറത്തിറങ്ങൂല, ഉച്ചക്ക് ഇറങ്ങൂല. അതേമാതിരി ഈ വൈകിട്ടൊന്നും 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങൂല, പിന്നെ രാത്രി പിന്നെ പറയും വേണ്ട. എന്നിട്ട് എൻ്റെ അമ്മയൊക്കെ പറയും എല്ലാ ഫിലിമും പ്രായത്തിൻ്റെ ഫിലിമൊക്കെ കാണും, എന്നിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങൂല. പിന്നെ അതിൽ പറഞ്ഞ് തോന്നയിക്കാരല്ലേ. ഞാൻ പറഞ്ഞു എന്താ അറിയില്ല, എനിക്കും എങ്ങനെ കേൾക്കലുണ്ട്. ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിക്കാത്തല്ലേ ചോദിച്ച്. അതിൽ പിന്നെ അതൊക്കെ വിട്ടൊരു ദിവസം ജോലിക്ക് പോയിക്കാണ്. ജോലി കഴിഞ്ഞ് വന്നില്ല. ജോലിക്ക് പോയ സമയത്ത് ഞാൻ അടുക്കളയിൽ പണിയെടുക്കുക. മോനക്ക് അന്ന് 8 മാസമോ എന്തോ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ മോനെ കട്ടിലിരുത്തിക്കണം, മോനക്ക് തിന്നാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. വിരകിയിട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ വിരകി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയപ്പം ഞാൻ കട്ടിൽ തലയണ ചുറ്റും വെച്ചിട്ട് അതിൻ്റെ നടുക്ക് വെച്ചാണ്. കാരണം ഇനി മറിഞ്ഞ് കെട്ടി ഇങ്ങോട്ട് വീഴരുതല്ലോ. അപ്പോൾ കട്ടിലിൻ്റെ മുകളിലല്ലേ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ മറിഞ്ഞ് കെട്ടി പുറത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മോനെ ഇരുത്തി. അപ്പം മോനിങ്ങനെ കരയുന്നുണ്ട്, പെട്ടെന്നൊരു കരച്ചിലിട്ടോ. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ എന്താ സീനെന്നറിയോ, മോനിങ്ങനെ കൈ വെച്ചിക്കണ്, ഇങ്ങനെ കൈ വെച്ചിട്ട് എമ്മേ എന്നാണ് കരിയുക, നല്ല കരച്ചിൽ. ഞാൻ എന്താണിത് എന്ന് പറഞ്ഞു കേട്ടി. ഞാൻ പെട്ടെന്ന് ആയത്തുൽ കുർസി ഓതി. അതെന്താ അടുക്കളയിൽ നിന്ന് ബെഡ്റൂമൊക്കെ ശരിക്കും കാണാം. ആ ഡോറിൻ്റെ അവിടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഡോറിൻ്റെ നേരെ എടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറും അടുക്കളൻ്റെ ഡോറും നേരെയാണ്.
അപ്പോൾ കാണാം, അടുക്കളൻ്റെ ഡോറിൻ്റെ അവിടെ പോയി നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും എന്താന്ന്. അപ്പോൾ ഇവൻ ഇങ്ങനെ ആക്കി കരയും. അപ്പോൾ ഞാൻ ഓടി ചെന്നിട്ട് ആയത്തുൽ കുർസി എഴുതിയപ്പോഴേ ഇവനുണ്ട് ആരോ ഓടിപ്പോണത് നോക്കുന്ന മാതിരി ഇങ്ങനെ നോക്കുക. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു പൈശാചികമായിട്ടുള്ള എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അന്നത്തിൽ. അതിൽ പിന്നെ അത് ഞാൻ ഇക്കാനോട് വന്ന് പറഞ്ഞു. ഇക്കാനോട് പറഞ്ഞപ്പോൾ എനക്കത് തോന്നിയതായിക്കാരെന്ന് പറഞ്ഞാൽ അന്നും എന്നോട് അതിൽ പിന്നെ ഒരു ദിവസം പിന്നെ ഇതേപോലെ കിടന്നുറങ്ങണി, രാത്രി കിടന്നുറങ്ങുക. മോനുള്ളത് കൊണ്ട് ലൈറ്റ് ഇട്ട് ഡിം ലൈറ്റ് ഉണ്ട്. ഡിം ലൈറ്റ് എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ടാട്ടോ താഴെ വെച്ചിരിക്കുന്നത്. സാധാരണ ചുമരിൻ്റെ മുകളിലല്ലേ വെക്കൽ, ഇത് താഴത്തെ ചുമരുന്ന് ആണ് താഴത്തെ ചുമരുമ്മലാണ് ഡിം ലൈറ്റ് വെച്ചിരിക്കുന്നത്. അപ്പം വല്ലാതെ വെളിച്ചമില്ല. അപ്പോൾ അതന്നെ ഈ ട്യൂബ് ലൈറ്റിൻ്റെ പ്രകാശമില്ലേ, വെള്ളപ്രകാശം, അതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വല്ലാതെ വെളിച്ചമില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ ലൈറ്റ് ഇട്ട് കിടക്കാം, മോനുള്ളതല്ലേ, മോന് എന്താണ് പാലൊക്കെ കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ കണ്ണ് കാണാൻ ഉറക്കം പോകും, പിന്നെ ലൈറ്റ് ഇടുമ്പോഴൊക്കെ ഉറക്കം പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ലൈറ്റ് ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ലൈറ്റാണ് ഇടൽ. അപ്പോൾ ആ ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ ആരോ എൻ്റെ ഷോൾഡറിൻ്റെ ഇവിടെ ഇങ്ങനെ തട്ടിയിട്ടോ. ആദ്യം തട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് ആരെന്നെ തട്ടുന്നത്, ഞാൻ സ്വപ്നം കാണുകയാണ് കോച്ച്. അതിന് ഞാൻ അങ്ങനെ എണീറ്റ പാട് പിന്നെയും തട്ടുക, എന്നെ പിന്നെയും തട്ടിക്കുക. എനിക്കങ്ങ് പേടിയായി. ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് തട്ടിയപ്പോൾ ഞാൻ എണീറ്റ് ഇക്ക ഇവിടെ ഇല്ല, എനിക്ക് തോന്നി ഇക്കാൻ്റെ കൈ വന്ന് തട്ടിയതാണോ നോക്കിയപ്പോൾ ഇക്കയും ഉറങ്ങുക, ഇക്കയും അങ്ങോട്ട് തിരിഞ്ഞുറങ്ങുക, കുട്ടി അങ്ങോട്ട് തിരിഞ്ഞുറങ്ങുക, ഞാനും അങ്ങോട്ട് തിരിഞ്ഞാൽ കിടന്നുറങ്ങുന്നത്. അപ്പോൾ നോക്കുമ്പോൾ രണ്ടാളും കിടന്നുറങ്ങുകയാണ്. അപ്പോൾ പിന്നെയുണ്ട് തട്ടിന്. അപ്പോൾ ഞാൻ ചോദിച്ചു പഠിച്ച റബ്ബ് ആരാത്, ആകെ ടെൻഷനായി, ബേജാറായി. അതിൽ എൻ്റെ മനസ്സ് പറഞ്ഞ് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കണ്ട കാരണം. അതിൽ വാതിലാണെങ്കിൽ കുറ്റിയിട്ടാണ് കിടക്കുന്നത്, റൂമിൻ്റെ വാതിൽ കുറ്റിയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ആർക്കും പെട്ടെന്ന് കയറാനൊന്നും പറ്റൂല. ഈ വെളിച്ചത്തെ കള്ളന്മാർ വന്നൊന്നും ഇങ്ങനെ തട്ടൂലല്ലോ. ഈ കള്ളന്മാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുപോകുകയല്ലേ ചെയ്യുക, അങ്ങനെ വന്ന് തട്ടുമോ? അതിൽ എന്നോട് എൻ്റെ മനസ്സ് പറഞ്ഞ് തിരിഞ്ഞു നോക്കണ്ട പറഞ്ഞു. അതിൽ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. രാവിലെ എണീറ്റപ്പം വാതിലൊക്കെ കുറ്റിയിട്ട പോലെ ഉണ്ട്. അപ്പോൾ സോറി, അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നപ്പോട്ടായി പോയി. അപ്പോൾ വാതിലൊക്കെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വാതിലൊക്കെ കുറ്റിട്ട പോലെ കിടക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. പിന്നെ ഇത് ആരാ തട്ടിയത്, മുട്ടിയത്? അതിലിക്കാനെ പറഞ്ഞപ്പോൾ എനക്ക് തോന്നിയതായിരിക്കും, ഇക്കെൻ്റെ സ്ഥിരം പല്ലവി, എനക്ക് തോന്നിയതായിരിക്കും പെണ്ണെ. ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നിയ കണ്ണുറന്ന് കിടക്കുമ്പോഴല്ലേ എന്നെ ഇങ്ങനെ മുട്ടുമ്പോൾ തോന്നുക പൊയ്ക്ക മനുഷ്യങ്ങൾ കിടന്ന്. അതിൽ പിന്നെ അതൊക്കെ അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്ന് പോകുക കേട്ടോ. അതിലൊരു ദിവസം മോന് കുറച്ചുകൂടിയേ വലുതായപ്പോൾ ഒരു ദിവസം ഈ എനിക്ക് കടന്നിട്ട് ഈ ലൈറ്റ് ഇട്ടിട്ട് കിടന്നിട്ട് തലവേദന എടുക്കുക, ജി അത് ഓഫാക്കി ഇങ്ങേറ്റ് താഴത്തെ ആ ഡിം ലൈറ്റ് ഇട്ട് പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാലും പറഞ്ഞു. അങ്ങനെ ഡിം ലൈറ്റ് ഇട്ട് ഞങ്ങളൊക്കെ ഉറക്കുന്നത് പെട്ടെന്ന് ഞാൻ നെട്ടി ഉണർന്ന് ഞാൻ അങ്ങനെ ഉറക്കം വരുന്നില്ല. എനിക്ക് ഉറക്കം വരാതെ അങ്ങനെ കിടക്കുമ്പോൾ ജനലിക്ക കിടക്കുന്ന സൈഡിലാണ് 3 ഡോറുള്ള ജനലുള്ളത്, 3 ജനലുള്ള ഒരു ഇതുള്ളത്. എന്താ പറയുക എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. 3 ഇതുള്ള ജനലുള്ളത്. ആ ജനലിൻ്റെ അവിടേക്ക് ഇങ്ങനെ നോക്കി കിടക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് ഒരു നിഴൽ ഇങ്ങനെ ജനാലിൻ്റെ മുകളിൽ, ജനാൽ ഇത്ര ഉള്ളൂ എങ്കിൽ ജനൽ കഴിഞ്ഞിട്ടുള്ള ചുമരുണ്ടല്ലോ, ആ ചുമരുമ്പോൾ ഇങ്ങനെ തല ഇങ്ങനെ നിഴൽ ഇങ്ങനെ കാണും. അത് ഞാൻ സൂക്ഷിച്ച് നോക്കി. എനിക്ക് തോന്നുകയാണോ ഇനിയത്, ഞാൻ നല്ലോണം കണ്ണിങ്ങനെ തറപ്പിച്ച് നോക്കി, ഇതെന്താ അതിപ്പോൾ സംഭവം. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാണില്ല കേട്ടോ. ഞാൻ ചോദിച്ചു അത് കാണില്ലല്ലോ, എനിക്ക് തോന്നിയതായി കാരണം എന്നാലും ഇത്. അതിൽ ഞാൻ പിന്നെയും ഉറക്കം വരാതെ അങ്ങനെ തന്നെ കിടന്ന് പിന്നെയും ഉണ്ട് അവിടെ തന്നെ പിന്നെയും നില കാണുന്നു. അതിൽ ഞാൻ പെട്ടെന്നിട്ട് ആയത്തുൽ കുർസി ഓതി ഭയങ്കര ആയത്തുൽ കുർസി ഓതിയും ബൈക്ക് പിന്നെ ഇതിനെ കാണില്ല. ഞാൻ ഇക്കാന്ന് വിളിച്ചപ്പോൾ ഇക്ക എണീറ്റപ്പോൾ ഇക്കൻ്റെ കൂടെ വേറൊരു നൈലും കൂടി എണീക്കണ്. സത്യം വല്ലായിട്ട് അത് എനിക്കുണ്ടായ അനുഭവം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് നമുക്ക് വിശ്വസിക്കാമല്ലോ. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ നുണയോ വെച്ചിട്ട് പറയണതോ റീച്ച് കിട്ടാൻ വേണ്ടി പറയുകയോ ഒന്നും അല്ല കേട്ടോ. എനിക്കുണ്ടായ അനുഭവമാണ്. ഇതിലേറെ വലിയൊരു അനുഭവമാണ് വേറൊരു വീട്ടിൽ നിന്നുണ്ടായത്. ഇത് കുറച്ച് വലിയ അത്ര പേടിക്കാനുള്ള സംഭവങ്ങളൊന്നുമല്ല. അങ്ങനെ ഇതിലേറെ പേടിക്കാനുള്ളതാണ് വേറൊരു വീട്ടിൽ നിന്നുണ്ടായത്. അത് ഞാൻ ഇതിൻ്റെ കൂടെ പറയാൻ സമയം ഉണ്ടാവില്ല, അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയും.
അപ്പം പിന്നെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ 2-3-4 വിഷയങ്ങളും കൂടി ഉണ്ട്. ഞാൻ പറയാൻ പറ്റുന്നതാണെങ്കിൽ ഓരോ വീഡിയോയിലായിട്ട് പറയും. അതിൽ ഇക്കാൻ്റെ മേത്തുന്നുണ്ട്. ഇക്ക എണീറ്റ പാട് വേറെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ട് എണീറ്റിക്കണ്, അതേപോലത്തെ ഒരു നിഴൽ. ഞാൻ പറഞ്ഞു ഇക്ക എത്തത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എത്തടി ചോദിച്ചു. എന്നോട് പേടിച്ചിട്ട് എത്തടി ചോദിച്ചു. ഞാൻ പറഞ്ഞു എത്തങ്ങൾ എണീറ്റപ്പോൾ നിങ്ങളെ കൂടെ ഒരു നിഴലും കൂടി എണീച്ചല്ലോ. അതിൻ്റെ നിഴൽ. ഞാൻ പറഞ്ഞു നിങ്ങളെ നിഴലല്ല, നിങ്ങളെ നിഴൽ നിങ്ങളെ കൂടെ എണീറ്റ്, വേറൊരു സാധനം നിങ്ങളെ പുറകിൽ എണീറ്റ്. എന്താണിത്? ഞാൻ പറഞ്ഞു എന്തൊക്കെയോ ഉണ്ടിക്കായി വീട്ടിൽ, എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഈ വീട് നിറച്ച്, എനിക്ക് ബേജാറാകുക എന്നുണ്ട്. പിന്നെ അതൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പേടി വരല്ലോ തുടങ്ങി, ഭയങ്കര പേടി. അപ്പോൾ ഇക്ക എന്താക്കി, ഇനിയിപ്പോൾ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് ഇക്കാക്ക് മനസ്സിലായതുകൊണ്ട് ഇക്ക എന്താക്കി, രാവിലെ നേരത്തെ തന്നെ എവിടെ ഇപ്പോൾ ഒന്ന് പോയി നോക്കുക. അതായത് ജ്യോത്സ്യന്മാരുടെ അടുത്തൊന്നും പോകാൻ പറ്റൂല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാക്ക് അങ്ങനെ താല്പര്യമില്ല ജ്യോത്സ്യന്മാർ. അപ്പോൾ പാണക്കാട് പോയി നോക്കാറുണ്ട്. എന്നോട് പറഞ്ഞു ഞാൻ രാവിലെ നേരത്തെ തന്നെ ഒന്ന് പാണക്കാട് പോയി നോക്കട്ടെ പറഞ്ഞു. പാണക്കാട് അന്ന് ഷിഹാബ് തങ്ങളെ അനിയനുണ്ടായിരുന്നല്ലോ, സെയ്തരവിയോ അങ്ങനെന്തോ. ഇപ്പം മൂപ്പരില്ല, അപ്പം മൂപ്പര് വഫാത്തായിക്കണേ. അപ്പോൾ മൂപ്പരേനു. അപ്പോൾ അങ്ങനെ പോയി മൂപ്പര് ഒരു 4-5 കല്ലോ അങ്ങനെ എന്തൊക്കെയോ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് അകത്ത് ഒരു 5-6 സ്ഥലം പറഞ്ഞിട്ട് ആ 5-6 സ്ഥലത്ത് ഇത് കുഴിച്ചിടാൻ പറഞ്ഞേ. അങ്ങനെ ആ 5-6 സ്ഥലത്ത് ഇത് കുഴിച്ചിട്ട് അപ്പോഴത്തേക്ക് ഏകദേശം ഇക്കാൻ്റെ ജോലിയൊക്കെ തൂഫാനായിട്ട്, ജോലിയൊന്നുമില്ല കേട്ടോ, ജോലി പോയിക്കണ്, ജോലി തെറിച്ചിക്കണ്, അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഈ സമയത്ത് ഞാൻ എന്താക്കുന്നുണ്ട്, അടുത്തിക്കാൻ്റെ സ്നേഹിതനോട് ഇക്ക പറഞ്ഞു ഇങ്ങനെ ജോലിയൊന്നുമില്ല, വാടക കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായി വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാൻ്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പള്ളിയിൽ പോയി, എന്നും പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് രാവിലെയും സുബഹിക്കും ഉച്ചക്കും എന്നും പള്ളിയിൽ പോകുന്നതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെട്ട. അങ്ങനെ അപ്പോൾ അവിടെ ഓരോ ബിൽഡിംഗ് ഉണ്ട് അവിടെ അടുത്ത് തന്നെ. ആ ബിൽഡിങ്ങിൽ മുകളിൽ താഴെ ക്ലബ്ബോ എന്തൊക്കെയോ ആണ്. അപ്പം മുകളിൽ ഒരു റൂം തരാം, വാടക കുറച്ചിട്ട് 780-1000 എന്തോ അതിന് വാടക. ആ വാടകയിൽ നിങ്ങൾ എൻ്റെ പെണ്ണുങ്ങൾക്ക് ടൈലറിങ് അറിയണമല്ലേ, അപ്പോൾ ടൈലറിങ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിലൊക്കെ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ അത് ചെയ്യുക, അല്ലാതെ ഇപ്പം ഇനി വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ഇക്ക പറഞ്ഞു മോനെ ഞാൻ നോക്കിക്കോളെന്ന്. അപ്പം ഞാൻ ചോദിച്ചു മോനെ എന്താക്കും നിങ്ങൾ നോക്കുമെന്നാൽ ചോദിച്ച്. അതിനോട് പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാൻ നോക്കാറുണ്ട്. അപ്പം വൈകുന്നേരം മോനെയും കൊണ്ട് അങ്ങോട്ട് വന്നാൽ മതിയല്ലോ പറഞ്ഞു. എന്നാൽ പിന്നെ രാത്രി ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങോട്ട് പോരായിരുന്നു. അതിലോ ആയിക്കോട്ടെ പറഞ്ഞു. അതിൽ അങ്ങനെ അതൊക്കെ അങ്ങനെ ഈ ടൈലറിങ് ഷോപ്പൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രാത്രി കാണാലും ഇക്ക ഈ മറ്റേ ഇവിടെ പോക്കും, എന്താണ് പാണക്കാട്. അങ്ങനെ ഈ പാണക്കാട് പോക്കൊക്കെ അങ്ങനെ പാണക്കാട് പോയി വന്നതിന് ശേഷം എന്താക്കി, ഇക്ക ഈ സ്ഥാനങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഈ തങ്ങൾ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും കുഴിച്ചിട്ടതിന് ശേഷം പിന്നെ ഇതൊന്നുമില്ല കേട്ടോ, ഈ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ എന്താ ഈ സംഭവം, ഈ ഓണർ വന്നിട്ട് നമ്മളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെല്ലാ മാസവും കറക്റ്റ് വാടക കൊടുക്കുന്നുണ്ട്, ഒരു മാസം പോലും വാടക മുടക്കിയിട്ടില്ല. എങ്ങനെയെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തയ്ക്കലായതുകൊണ്ട് അത്യാവശ്യം തയ്ക്കാനൊക്കെ കിട്ടും, നമുക്ക് എടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ കാരണം ഇതാണ്, എന്ത് ഈ മുതലാളിൻ്റെ മകളെ ഭർത്താവ് ടൈലറായിട്ട് അവിടെ ഷോപ്പിൽ അവരെ ബിൽഡിങ്ങിൽ തന്നെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് ഒരു 100 കിലോമീറ്റർ ഡിഫറൻ്റ് ഉള്ളൂ. 100 കിലോമീറ്റർ ഡിഫറൻറ്റ് ഉണ്ടാവുമോ എന്നുള്ള അറിയില്ല, അത്ര ഡിഫറൻ്റ് ഉള്ളൂ. ഞാൻ വർക്ക് ചെയ്യുന്നിടത്തും മൂപ്പര് വർക്ക് ചെയ്യുന്ന സ്ഥലവും കൂടെ, അതായത് ടൈലറിങ് ഷോപ്പ് നടത്തുന്ന സ്ഥലവും കൂടെ. അപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ടൈലറിങ് ഗേൾസും ബോയ്സും ഒക്കെ ഈ മൂപ്പര മരുമോൻ്റെ അടുത്താണ് കൊടുത്തിരുന്നത്. അപ്പം ഞാനിപ്പോൾ ടൈലർ ഷോപ്പ് അവിടെ ഇട്ടത് കൊണ്ട് ഇവരെ മരുമോനക്ക് തയ്ക്കാൻ കിട്ടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ആ ദേശത്തിന് ഞങ്ങളോട് ഇവിടുന്ന് പോയിക്കോന്ന്, എന്നാൽ പിന്നെ ഈ ടൈലർ ഷോപ്പും പോകുമല്ലോ.
അങ്ങനെ പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ആ വീട് കിട്ടട്ടെ, ഞങ്ങൾ പൊയ്ക്കോളാം പറഞ്ഞു. അപ്പം പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വീട് കിട്ടണ്ടേ, ഇപ്പോൾ പെട്ടെന്ന് പൊയ്ക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വാടക വീട് കിട്ടണ്ടേ. വാടക വീട്ടിൽ താമസിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സമ്മതിക്കണം കേട്ടോ. ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്തൊക്കെ അനുഭവിക്കണം എന്നറിയോ, പല കാര്യങ്ങൾ. ഒന്ന് നിലത്ത് കുഴിച്ചിടാൻ പാടില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് അങ്ങനത്തെ ഒരു വിഷയമില്ല. ഫസ്റ്റ് ഞങ്ങൾ താമസിച്ച ആ വീടിൻ്റെ ഓണറാണ് ഈ വീടിൻ്റെ ഓണർ. അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ, നല്ല മനുഷ്യന്മാരാണ്. ഇനി വാടക 2 ദിവസം വൈകിയാലും ഒരു കുഴപ്പമില്ല, നല്ല മനുഷ്യന്മാരാണ്. ഇവിടെ ഇനി എന്തെങ്കിലും പലഹാരം ചെടികൾ വെച്ചാലോ കൃഷി ചെയ്താലോ ഒന്നും ഒരു കുഴപ്പമില്ല, അവർക്ക് അങ്ങനത്തെ ഒരു വിഷയവുമില്ല. അപ്പം അത് കാരണം അവിടെ ഒന്നും കുഴിച്ചിടാൻ പാടില്ല. അവിടെ ഞാൻ 2 വാഴ വെച്ചിരുന്നു. നമ്മൾ പോകുന്നതിന് മുന്നേ വാഴ കൊലയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കൊല വെട്ടി കഴിക്കാമല്ലോ. അതൊക്കെ പറപ്പിച്ചു. അതൊന്നും വെക്കാൻ പാടില്ല, അതൊക്കെ പറപ്പിക്കും. നിങ്ങൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കുകയാണെന്ന് വന്നിട്ട് പറയും, നിങ്ങൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കുകയാണ്, ഇവിടുന്ന് ഒഴിഞ്ഞിരണമെന്ന് കാരണം പറഞ്ഞതാ. അപ്പം ഞാൻ അവിടെ പൂള അവിടുത്തെ അടുത്ത തൊടിയിൽ പൂള കൃഷി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ ഉമ്മാനോട് ചോദിച്ചിട്ട് നല്ല പൂള, ആ ഉമ്മ ഇടയ്ക്ക് പൂള തരും, പൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ കേട്ടോ, കപ്പ തരും. അപ്പം കപ്പ ഞാൻ കഴിച്ചപ്പോൾ നല്ല രസമുള്ള കപ്പ, നല്ല പൊടിയുള്ള കപ്പ. അപ്പം ഞാൻ ആ ഉമ്മ ഇങ്ങനെ പൊരിച്ചെടുക്കണ കപ്പ ഇങ്ങനെ പിഴുതെടുക്കണ കണ്ടപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് 2 കമ്പ് തരുമോ ഇവിടെ കുഴിച്ചിടാനായിരുന്നു. അതിൽ പറഞ്ഞു ഓക്കെ തരാമല്ലോ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 5-6 കമ്പ് വന്നു എനിക്ക്. അതിൽ ഞാൻ വെട്ടി ചെറിയ കഷ്ണമാക്കിയിട്ട് കുറേ കുഴിച്ചിട്ടു. അതിൽ വന്നിട്ട് പറയുകയാണ്, ഇത് നിങ്ങളെ വീടൊക്കെ നിങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കുഴിച്ചിട്ടുണ്ട്, നിങ്ങളോട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന്. അതിൽ പറഞ്ഞാൽ ഞങ്ങൾ വീട് കിട്ടിയാൽ പോകും പെട്ടെന്ന്, എവിടത്തെങ്കിലും ഇങ്ങനെ വീട് കിട്ടട്ടെ, ഞങ്ങൾക്ക് ഇവിടെ ടൈലർ ഷോപ്പുള്ളല്ലേ, ഇവിടെ എവിടെയെങ്കിലും തന്നെ വീട് കിട്ടട്ടെ. അതിന് ഇവർക്ക് നേരമല്ല, ഇവിടെ വീട് കിട്ടിയ ഈ ടൈലർ ഷോപ്പ് കണ്ടിന്യൂ ചെയ്യൂലേ, അപ്പോൾ എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ വൈക്ക് പോട്ടർമാരെ വിളിച്ചുകൊണ്ടു നിൽക്കുക, ഞങ്ങളെ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചിട്ടിട്ട് ഞങ്ങളെ പുറത്താക്കാൻ. നിങ്ങളൊന്ന് ആലോചിക്കണം, ചെറിയ കുഞ്ഞായിട്ടുള്ളത് എങ്ങോട്ടാ പോകുക പെട്ടെന്ന് വലിച്ചിട്ടാൽ. അങ്ങനെ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ ഈ ചെറിയ കുഞ്ഞാണ്, ഞാൻ എങ്ങോട്ടാ പോകുക, ഞങ്ങൾ പോകൂല എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പോയിക്കോളാം ഇവിടുന്ന്, ഞങ്ങൾക്കൊരു വീട് കിട്ടട്ടെ, അതുവരെ ഒന്ന് സാവകാശം തരും നിങ്ങൾ. വീട് കിട്ടാതെ ഞങ്ങളിപ്പോൾ പെട്ടെന്ന് എങ്ങോട്ടാ ഇറങ്ങി പോകുക, ഈ സാധനം ഈ കുട്ടീനെ എല്ലാം കൂടെ കൊണ്ടിട്ട്. നിങ്ങൾക്കും ഇല്ലേ കുട്ടികളും പെങ്ങന്മാരും ഉമ്മമാരും ഭാര്യയും ഒക്കെ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകൂല എൻ്റെ വേദന വെച്ച്. അതിൽ ഓല് പറഞ്ഞു, നിങ്ങളെന്ത് വർത്താനം പറയുമ്പോൾ പറയണത്, ആ ചെറിയ കുട്ടീനെ കൊണ്ട് ഓരോ എങ്ങോട്ടാ പോവുക, ഓര് പോയിക്കോളും, അവർക്കൊരു 3 മാസം സമയം കൊടുക്കുകയായിരുന്നു. അതിൽ ഓര് പോയി. അതിൽ പോട്ടർമാർ അയൽവാസി ഒരാളുണ്ട്, നല്ല മനുഷ്യന്മാരാണ്. ഇവർ മുന്നേ പറഞ്ഞിരുന്നത് അയൽവാസികളോടൊന്നും മിണ്ടാൻ പാടില്ല, അതായത് വരുമ്പോൾ ഈ വീട്ടിലേക്ക് വരുമ്പോഴുള്ള നിബന്ധനകളാണ്, അയൽവാസികളോടൊന്നും മിണ്ടാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അയൽവാസികളോട് ഞാൻ മിണ്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരെക്കാളും നല്ലത് അയൽവാസികളാണ്. അയൽവാസി ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു കാര്യമുള്ളൂ. അതിൽ അയൽവാസികളോട് പറഞ്ഞപ്പോൾ അയൽവാസിനോട് ചോദിച്ചപ്പോൾ അയൽവാസി പറഞ്ഞു, നല്ല ടീമുകളാവുമല്ലോ, അങ്ങനത്തെ കച്ചറ ടീമുകളൊന്നുമല്ല, പാവങ്ങളാണ് അവിടെ നിന്നോട്ടെ പറഞ്ഞ്, ഒരു വീട് വേറെ കിട്ടുമ്പോൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് അവിടെ അടുത്ത് തന്നെ ഒരു വീട് കിട്ടി, ഒരു ക്വാർട്ടേഴ്സ്. പെട്ടെന്ന് പോകേണ്ട അതിനോണ്ട് നമ്മൾ ഈ അനുഭവം നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം ഇനി അങ്ങനെ ഒരു വീട്ടിലുണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ അത്ര ബോധേഡല്ല. ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി, വീട് നോക്കണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ലേനും. അങ്ങനെ അവിടെ അടുത്ത് തന്നെ ഒരു ക്വാർട്ടേഴ്സ് റെഡിയായി. അപ്പം നമ്മൾ അങ്ങോട്ട് മാറാനുള്ള തത്രപ്പാടായി. അങ്ങനെ അങ്ങോട്ടെല്ലാം മാറി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ കുഴിച്ചിട്ടല്ല, ഇവർ നമ്മളോട് ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് ഇവിടെ നമ്മൾ കുഴിച്ചിട്ടല്ല, അതൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാറുണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാലും അതൊക്കെ എടുത്താളിയറി. അങ്ങനെയൊക്കെ അതൊക്കെ എടുത്ത് നമ്മൾ അയൽവാസിനോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് രാത്രിയായിട്ടോ പോയത്. 9 മണി 9:30 10 മണി ആ സമയമായി നമ്മൾ അയൽവാസിനോട് യാത്ര അറിയാൻ. അപ്പം തൊട്ടടുത്തുള്ള അയൽവാസിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ വീട്ടിനുള്ളിൽ നിന്ന് ഞാനൊക്കെ മാത്രമേ കേട്ടുള്ളൂ ചൂളം വിളിക്കുക, വീട്ടിൽ നിന്ന് ചൂളം വിളിക്കുക. നമ്മളിപ്പോൾ അതുവരെ ബന്ദി ആക്കി വെച്ചതല്ലേ, അപ്പം ഓർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ, അതായത് നമ്മൾ പിന്നെയും സ്വാതന്ത്ര്യമാക്കിയില്ലേ, ആ വീട്ട് ഓർക്ക് തന്നെ സ്വന്തമാക്കി കൊടുത്തതിൻ്റെ ഓരോരു സന്തോഷം പ്രകടിപ്പിച്ചതായിരിക്കും എന്ന് ഞങ്ങൾ പറയുക കേട്ടോ. ചൂളം വിളിക്കുക.
അപ്പം ഇക്ക് പറഞ്ഞ് ഇജ്ജ് തിരിഞ്ഞു നോക്കണ്ട, തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പം നമ്മളെ കൂടെ അങ്ങോട്ട് പോരുകാരം, ഇത് തിരിഞ്ഞു നോക്കണ്ട പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പ്രശ്നം ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ അടുത്ത വലിയ പ്രശ്നത്തിലേക്ക് തലട്ട് മക്കളെ. അത് ഞാൻ അടുത്ത പ്രാവശ്യം പറയട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സി യു. ഇത് സത്യം കേട്ടോ, നുണയല്ല, ഒരിക്കലും നുണയല്ല, സത്യം തന്നെയാണ്. ഇത് സത്യം കേട്ടോ, ഞാൻ നുണ പറഞ്ഞല്ല, സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞതാ. ഓക്കെ, ബൈ ബൈ, സി യു.